എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ച് ഒരു ഹെൽത്തിയായ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത നേന്ത്രപ്പഴം, അതായത് ഒരു മീഡിയം പഴുപ്പ്, ഒരുപാട് പഴുക്കാത്തൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേമാതിരി പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കടല, അതായത് നിലക്കടല, നമ്മൾ കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന നല്ല തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയത്, അരമുറി തേങ്ങ. അപ്പോൾ ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കപ്പലണ്ടി വേണം ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ. നല്ലൊരു ഹെൽത്തിയായ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ആ കപ്പലണ്ടി ഒന്ന് ബ്രൗൺ നിറമായി ആ നെയ്യിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരല്പം എള്ള് കൂടി ചേർത്ത് കൊടുക്കണം. എള്ള് കൂടി ചേർക്കുമ്പോൾ അറിയാലോ, എല്ലാവർക്കും അറിയാം, നല്ലൊരു ഹെൽത്തി ആയിരിക്കും. മാത്രമല്ല ഒരു നാച്ചുറൽ ഫുഡ് തന്നെയാണ് ഇത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് യോജിക്കും. അപ്പോൾ ഈ ഒരു പരുവം ആവുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയമൊക്കെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ പഴം ആ നെയ്യിലിരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ, ആ നെയ്യൊക്കെ പിടിച്ച് വരട്ടെ. അതുകൊണ്ട് തന്നെ പറയുന്നത്, നമ്മൾ ഒരുപാട് പഴുത്ത പഴം ഇതിലേക്ക് എടുക്കുക വേണ്ട. അപ്പോൾ രാവിലെ നമ്മൾ ജോഗിങ്ങിന് പോകുന്നവരായാലും വ്യായാമത്തിന് ചെയ്യുന്നവർക്കായാലും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എനർജിയും നല്ലൊരു ശാരീരിക ബലം എല്ലാം കിട്ടും. മാത്രമല്ല അത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാം. ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾക്കിത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പഴത്തിൻ്റെ. ഈ സമയം ഞാൻ അതിലേക്ക് ഒരു അല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴമൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് നല്ല നെയ്യിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വളരെ കുറച്ച് ചേർക്കാവൂ, അതാണ് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. ഇനി അതിലേക്ക് ആ അരമുറി തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരോഗ്യം സംരക്ഷിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നും നമ്മൾ മോഡേൺ ഫുഡും മോഡേൺ സ്നാക്കും കൊടുക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കപ്പലണ്ടി അല്ല, നട്ട്സുകൾ വേറെ എന്ത് വേണമെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കാം, കയ്യിലുള്ളതൊക്കെ. അപ്പോൾ നമ്മളിത് ചിലവ് കുറഞ്ഞതാണ് ഇതിവിടെ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.